ജനശബ്ദം ഇടവക്കോട് വാർഡിലെ അഭിപ്രായ സർവേ നടത്തി വരികയാണ്. എന്നാൽ ഇവിടത്തെ ജനങ്ങളുടെ പരാതികൾ തീരുന്നില്ല. ഓരോ ദിവസവും തീരാത്ത പരാതികളുമായാണ് ഇവിടത്തെ നിവാസികൾ ജനശബ്ദത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പരാതിക്കാരനുമായി നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇവിടെ കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഗ്യാസ് ലൈൻ വരുന്നതിന് വേണ്ടിയും കൂടാതെ സിവേജ് ലൈന് വേണ്ടിയും ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിലും മാത്രമല്ല, മറ്റ് ജനങ്ങൾക്ക് ഈ ഭാഗത്ത് ഇത് കല്ലമ്പള്ളി ചേന്തി ലൈനാണ്. കല്ലമ്പള്ളിയിൽ നിന്ന് ചേന്തിയിലേക്ക് പോകുന്നതും അതുവഴി ഹൈവേയിലേക്ക് കയറുന്ന ഷോർട്ട് ലൈനാണ്. അപ്പോൾ ഈ ലൈനിൽ തന്നെ ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്യാസിൻ്റെയും സീവേജ് ലൈൻ്റെയും വർക്ക് നടന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടായി നമ്മൾ പറഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യത്തില്ല. അപ്പോൾ തന്നെ കുഴികളുണ്ടായാലും, മഴ പെയ്ത് വെള്ളം പോകുമ്പോൾ ഉള്ള കുഴികളുണ്ടായാലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ ഈ വണ്ടികൾ പോകുമ്പോൾ സ്ലിപ്പായി വീഴുമ്പം കുട്ടികളെയും കൊണ്ട് വരുന്ന ലേഡീസ് പോലും ഇവിടെ തെന്നി വീഴുമ്പോൾ നമ്മളെന്നും പഠിച്ച. അപ്പോൾ അതിനെ അവരെ വിളിച്ചു പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് JCB കൊണ്ടുവന്ന് അതിൻ്റെ മുകൾ വശം ഒന്ന് മാറ്റി ആ തെന്നലൊന്ന് മാറ്റി, അങ്ങനെയൊന്നും നടന്നില്ല. അതായത് ഒരു കോർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുമ്പം നമ്മൾ വ്യക്തിപരമായിട്ട് കാണരുത്, ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിഹ്നം നോക്കിയല്ല നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് അക്സസിബിളായ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയോ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വ്യക്തികളെ നമുക്ക് ആരാണ് ഉപകാരം ചെയ്യുന്നത് എന്നത് നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ ഇലക്ഷൻ സമയത്ത്. പിന്നീട് ഇപ്പം തന്നെ ഈ കണ്ടില്ലേ, ഇപ്പം തന്നെ ഈ റോഡ് കിടക്കുന്നത് ഇത് ഫുള്ള് സ്ലിപ്പറിയാണ്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും മോശമാണ്. അപ്പം ഇത് ഈ വികസനം ആവശ്യമാണല്ലോ, വികസനം എന്തായാലും വേണം. പക്ഷേ ഈ വികസനം ചെയ്യുമ്പോൾ ഇത് കൂടെ ഗവൺമെൻറ് അധികാരികളും ഒക്കെ നിന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കണം. അത് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളീ പറയുന്നത്. ഇതൊരു അംഗനവാടിയാണ്. ഇവിടെ കുട്ടികളെയും കൊണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളെയും വരുന്നുണ്ട്, പുരുഷന്മാർ, ഇവരെല്ലാം ഇവിടെ എത്രയോ പ്രാവശ്യം തെന്നി വീണു. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിന് ഉടനടി ഒരു നടപടി ഉണ്ടാവാറില്ല. നമുക്ക് വികസനം ആവശ്യമാണ്, അതിനെപ്പറ്റി നമ്മൾ എതിരല്ല പറയുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പോസ്റ്റ് തന്നെ ഇത് ഈ റോഡിലേക്ക് ഏകദേശം 45 ഡിഗ്രിയോളം ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നഗരസഭയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇതൊന്ന് പിടിച്ചു കെട്ടണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ നഗരസഭയ്ക്ക് ചെയ്യാമെന്നുള്ളതും അതുമൂലം നമ്മൾ നഗരസഭയിലും ഈ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു പോസ്റ്റ് അത് റോഡിലേക്ക് ഏകദേശം 3/4 മീറ്ററോളം കയറിയാണ് നിൽക്കുന്നത്. അതും സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വണ്ടികൾ വന്ന് എപ്പോഴും ജാമാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ജാമാണ്. അത് ഈ പോസ്റ്റിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും മാറ്റപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലേക്ക് ചെയ്യുകയോ നടന്നിട്ടില്ല ഈ ഭാഗത്ത്. കാരണം ഇതിപ്പോൾ 9 മാസമായി ഈ റോഡുകൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് പ്രോപ്പർ കോർഡിനേഷൻ ആദ്യം തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇതെന്നേ തീരേണ്ട കാര്യങ്ങളാണ്. ക്യാമറമാൻ ദീപുവിനോടൊപ്പം ഉണ്ണിമായ സൈനിങ് ഓഫ്.